ഓം നാരായണ ഗുരുരാദ്യം ശിവലിംഗാര്യമധ്യമാം ശ്രീബോധാനന്ദപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭാര്യാധർമ്മം. നല്ലൊരു കുടുംബിനി എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നാണ് ഗുരുദേവൻ ഭാര്യാധർമ്മത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഒരു കുടുംബിനിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും സ്വഭാവശുദ്ധി ഇല്ല എങ്കിൽ പിന്നെ ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. കുടുംബത്തിൽ പേരും പ്രശസ്തിയും സാമ്പത്തികവും എല്ലാം ഉണ്ടെങ്കിലും കുടുംബിനിയുടേത് സത്സ്വഭാവം അല്ല എങ്കിൽ ആ കുടുംബമേ നശിച്ചു പോകും. ഒന്നും ഇല്ലാത്ത കുടുംബത്തിൽ സ്വഭാവശുദ്ധിയുള്ള ഒരു കുടുംബിനി വന്ന് കയറിയാൽ പേരും പെരുമയും പ്രശസ്തിയും ശ്രേയസ്സുമൊക്കെ താനേ വന്നുകൊള്ളും. സ്വയം പാതിവൃത്യം കാത്തു സൂക്ഷിച്ച് വരവിനനുസരിച്ച് ചെലവ് ചെയ്ത് ഗൃഹനാഥൻ്റെ ഏതാവശ്യവും നിറവേറ്റിക്കൊടുത്ത് ചെന്ന് കയറിയ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും സ്നേഹിക്കുന്ന ഒരു കുടുംബിനി ആണെങ്കിൽ അവൾക്ക് മറ്റൊന്നും ഇല്ലാതിരുന്നാലും ഇവയൊക്കെ താനേ വന്നുകൊള്ളും. രാവിലെ എണീറ്റ് പ്രാണനാഥൻ്റെ കാൽ തൊട്ട് വന്നിച്ച് ദിവസത്തിന് തുടക്കം കുറിച്ചാൽ ഭഗവാനെ പോലും തൊഴേണ്ടതില്ല എന്ന് ഗുരു എടുത്തു പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പാതിവൃത്യമുള്ള ഈ കുടുംബിനി മഴ പെയ്യാൻ ആവശ്യപ്പെട്ടാൽ മഴ പെയ്യുമെന്നും ദേവലോകത്തിൽ പോലും ശ്രേയസ് ലഭിക്കുമെന്നും ഗുരു ഉറപ്പിച്ചു പറയുന്നു. ഭാര്യാധർമ്മം. വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയവും ചെയ്യുകിൽ തൻ്റെ വാഴ്ചയ്ക്ക് തുണയാമവൾ. ഗുണം കുടുംബിനിക്കില്ലാതാകിൽ എല്ലാം ഇരിക്കലും ഗുണമില്ല കുടുംബത്തിനില്ലാതാകും കുടുംബവും. ഗുണം കുടുംബിനിക്കുണ്ടായിടിൽ എന്തില്ല അവൾക്കത് ഇല്ലാതെയാകിൽ എന്തുണ്ടങ്ങൊന്നുമില്ലാതെയായിടും. ചാരിത്രശുദ്ധിയാകുന്ന ഗുണത്തോടൊത്തു ചേർന്നിടിൽ ഗൃഹനായികയെക്കാളും വലുതെന്തു ലഭിച്ചിടാൻ. ദൈവത്തിനെ തൊഴാതാത്മനാഥനെ തൊഴുതെന്നുമേ എഴുന്നേൽപ്പവൾ പെയ്യെന്നു ചൊല്ലിയിടിൽ മഴ പെയ്തിടും. തന്നെ രക്ഷിച്ചു തൻ പ്രാണനാഥനെ പേണി പേരിനെ സൂക്ഷിച്ചു ചോർച്ചയില്ലാതെ വാണിയിടിലവൾ നാരിയാം. അന്തഃപുരത്തിൽ കാത്തിയിടിലെന്തുള്ളത് അവരെ സ്വയം നാരിമാർക്കാക്കണം. സ്വാത്മചാരിത്രം കൊണ്ടതുത്തമം. നാരിമാർക്കിങ്ങു തൻ പ്രാണനാഥ പൂജ ലഭിക്കുകിൽ ദേവലോകത്തിലും മേലാം ശ്രേയസ്സൊക്കെ ലഭിച്ചിടാം. പേരു രക്ഷിക്കുന്ന നല്ല നാരി ഇല്ലാതെയായിടിൽ പാരിടത്തിൽ സിംഹയാനം ഗൗരവം തന്നിൽ വന്നിടാ. നാരീഗുണം ഗൃഹത്തിനു ഭൂരിമംഗളമായത് സാരനാം പുത്രൻ അതിനു നേരായൊരു വിഭൂഷണം. ഓം തത്സത് ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.